ഞാൻ എന്നിലേക്ക് തന്നെ ഒരു തിരിഞ്ഞുനോട്ടം നടത്തിയപ്പോൾ മറുവശത്തുള്ള ആ ഒരു പരമമായ സത്യത്തെ അറിയാതെ പോകരുതല്ലോ. ഒരമ്മ തൻ്റെ കുഞ്ഞിനെ പാലൂട്ടി വളർത്തുന്നത് പോലെയാണ് പ്രപഞ്ചത്തിലെ സമസ്തവും പരമമായി നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കരുതലും ശ്രദ്ധയും കാട്ടുന്നത്. ഒരമ്മയും കുഞ്ഞും തമ്മിലുള്ള സ്നേഹബന്ധം പോലെയാണ് ബാഹ്യപ്രപഞ്ചത്തിലെ ഓരോ വസ്തുക്കളും തമ്മിൽ പരസ്പരം ആകർഷിക്കുന്നതും ഐക്യത്തിലും ബന്ധനത്തിലും നിലനിൽക്കുന്നതും പാലിക്കുന്നതും. പ്രകൃതിയിലെ എല്ലാറ്റിലും അദൃശ്യവും അതിസൂക്ഷ്മവുമായ രീതിയിൽ ഒരമ്മ കുഞ്ഞു ബന്ധം ഒളിഞ്ഞുകിടക്കുന്നു. സൂര്യൻ ഭൂമിക്ക് അമ്മയാണ്. സൂര്യൻ്റെ ചൂടും വെളിച്ചവും ഇല്ലെങ്കിൽ ഭൂമിയില്ല തന്നെ. ഭൂമി വൃക്ഷങ്ങൾക്കും അമ്മയാണ്. വൃക്ഷങ്ങളും ചെടികളും പൂക്കൾക്കും കായ്കനികൾക്കും അമ്മയാണ്. കടലും നദിയും പുഴയും മത്സ്യങ്ങൾക്ക് അമ്മയാണ്. പ്രപഞ്ചത്തിലെ സമസ്തവും മനുഷ്യർക്ക് അമ്മ തന്നെ. ഈ പ്രപഞ്ചമില്ലെങ്കിൽ അതിന് കേടുവന്നാൽ നമ്മളില്ല. ആത്മനിഷ്ഠനും ധ്യാനനിഷ്ഠനുമായ ഭക്തൻ എവിടെയും എന്തിലും ദൈവത്തിൻ്റെ നിസ്സീമമായ സ്നേഹവും കരുണയും നൂറുനൂറ് രീതിയിൽ അനുഭവിച്ച് ആസ്വദിക്കുന്നു. ഒരുവന് തൻ്റെ പൂർണ്ണ സ്വത്വം മറ്റൊരാളിലേക്ക് നിവേശിപ്പിക്കാൻ കഴിയുമ്പോൾ ഉണ്ടാകുന്ന പ്രതിഭാസത്തെ ബുദ്ധിയുടെ ഭാഷയിൽ അദ്വൈതം, ഇനി രണ്ടല്ല ഒന്നാണ് എന്ന് പറയുന്നു. ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഇതിനെ പരമപ്രേമം അഥവാ സ്നേഹം എന്ന് പറയുന്നു. അമ്മ സ്നേഹമാണ്. ഒരമ്മ തൻ്റെ ശരീരവും ജീവനും സ്നേഹവും അറിവും തൻ്റെ കുഞ്ഞുമായി പങ്കുവയ്ക്കുന്നു. ഒരു കുഞ്ഞ് ഉത്ഭവിക്കുന്നതും അപ്പോഴാണല്ലോ. ഇത് തീർത്തും ദൈവികമാണ്. മാതൃദേവോ ഭവ. താങ്ക് യു.